യെസ്, ശ്രീ വിജയകുമാർ, താങ്കളും അന്നത്തെ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. അന്ന് നിങ്ങൾ കൂടിയാലോചിച്ച ശേഷമാണ് വാർത്താസമ്മേളനം നടത്തിയത് അല്ലേ? അപ്പോൾ ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ആണല്ലോ സ്വാഭാവികമായിട്ടും വാർത്താസമ്മേളനത്തെ മാധ്യമപ്രവർത്തകരെ അറിയിക്കുന്നതും അല്ലേ? ഫിയോക്കിൻ്റെ നിലപാട് എന്താണ്? തീർച്ചയായും. കാര്യം അന്ന് ഈ ഇൻഡസ്ട്രിയിലെ എല്ലാ സംഘടനകളുടെയും നേതാക്കൾ സന്നിഹിതരായ ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. അതിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. അതിനു മുന്നേ തന്നെ ഇപ്പം മാസങ്ങളായിട്ട് ഇതിന്റെ ആലോചനകൾ നടക്കുന്നതാണ്. കാര്യം എങ്ങനെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാം, എങ്ങനെ മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് നഷ്ടം നികത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാസങ്ങളായിട്ടുള്ള ആലോചനയാണ്. ഇന്നലെ ഞാൻ തുടങ്ങിയല്ല. ഇപ്പൊ സിനിമാ തിയേറ്ററുകൾ എന്ന് പറഞ്ഞാൽ ഒരു ടോൾ പിരിവ് മാതിരി ആയിട്ടുണ്ട്. പിരിച്ച് സർക്കാരിന് കൊടുക്കുക. 30% ടാക്സ്. സുരേഷ് കുമാർ പറഞ്ഞത് 100% സത്യമാണ്. കാര്യം 30% ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് ഞങ്ങൾ പിരിച്ചു കൊടുക്കുമ്പോൾ 25-26% എമൗണ്ട് മാത്രമാണ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത്. ഇന്നൊരു സിനിമ എടുക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് സർക്കാരാണ്. എന്നാൽ ആ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ഒരു മിനിസ്ട്രി കയറിയതിനു ശേഷം എന്തെങ്കിലും ഒരു സഹായം സിനിമാ ഫീൽഡിലെ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും. ദിവസവും തോറും ഇത് വളരെ ദുഷ്കരമായ ഒരു രീതിയിലോട്ട് മുന്നോട്ട് പോവുകയാണ്. കാര്യം ഒന്ന് ഡബിൾ ടാക്സേഷൻ, അത് നിർത്തിയേ പറ്റൂ. കാര്യം ഞങ്ങൾ ഈ സമരത്തിൽ പങ്കുചേരുന്നത് ഞങ്ങളുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഞങ്ങൾ കൂട്ടായ ആലോചന. ഇപ്പൊ പ്രൊഡ്യൂസറുടേതായ വിഷയമുണ്ട്, ഡിസ്ട്രിബ്യൂട്ടറുടേതായ വിഷയമുണ്ട്, എക്സിബിറ്റർക്ക് അതിനേക്കാൾ വലിയ വിഷയങ്ങളാണ് ഇവിടെ നിലവിലുള്ളത്. ഡബിൾ ടാക്സേഷൻ. ഭാരതത്തിൽ തന്നെ തമിഴ്നാടും കേരളവും മാത്രമേ ഡബിൾ ടാക്സേഷനിലോട്ട് പോകുന്നുള്ളൂ. GST ഉണ്ടായ കാലത്ത് 1 നേഷൻ 1 ടാക്സ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും GSTയിലോട്ട് പോയത്. അതിന്റെ കൂടെ അഡീഷണൽ 8% മുതൽ 10% ടാക്സ് വരെയാണ് തിയേറ്റർ മേഖല അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഈ ടാക്സ് പിന്നെ GST, എന്റർടൈൻമെന്റ് ടാക്സ്, സെസ് തുടങ്ങിയ വകകളിലെല്ലാം കൂടെ ചേർത്ത് 30% ടാക്സ് ഞങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വെറും ടോൾ പിരിവുകാരായിട്ട് മാത്രം മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ കൂട്ടായ ചർച്ചയിലൂടെയാണ് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് വർധനവും കാര്യങ്ങളും എല്ലാം നിലവിൽ വന്നത്. ഒന്നുണ്ട്, അന്നത്തെ ചർച്ചയിൽ ഈ ഇൻഡസ്ട്രിയിലെ പ്രമുഖന്മാരെല്ലാം ഉണ്ടായിരുന്നു. ഈവൻ പിന്നെ ഫെഫ്കയുടെ കംപ്ലീറ്റ് യൂണിയൻ നേതാക്കളും ഉണ്ടായിരുന്നു. പിന്നെ എക്സിബിറ്റേഴ്സിന്റെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഞാൻ ഉൾപ്പെടെയുള്ള സിയാദിക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. പ്രൊഡ്യൂസേഴ്സിന്റെ നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. ഇൻഡിവിജ്വലായിട്ട് ആർക്കും അഭിപ്രായം പറയാം. പക്ഷെ ഒരു സംഘടനാ നേതാവായിരിക്കുമ്പോൾ സംഘടനയിലെ മൊത്തം അംഗങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റൂ. ഇപ്പൊ ഈ അഭിപ്രായം സുരേഷ് കുമാറിന് ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ അഭിപ്രായത്തിന്റെ ഒന്നും ആവശ്യമില്ല. അറിയാമല്ലോ, സുരേഷ് കുമാറിന്റെ കൂട്ട് ഈ പാരമ്പര്യമുള്ള ഒരു നിർമ്മാതാവിന് ഇന്നിവിടെ ഏത് നടന്റെ ഡേറ്റ് കിട്ടാ, ഏത് സിനിമ നിർക്കുക, അദ്ദേഹത്തിന് ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനത്തിനൊന്നും ആവശ്യമില്ല. സംഘടനയിലുള്ള പരാജയപ്പെട്ട ഏകദേശം 90% പരാജയപ്പെട്ട 90% നിർമ്മാതാക്കൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ലാതെ ഈ സംഘടനയിലുള്ള 10%, അതായത് പ്രൊഡ്യൂസറായിട്ടുള്ള താരങ്ങളുടെയോ ഇല്ല താരങ്ങൾക്ക് വേണ്ടി പ്രൊഡക്ഷൻ കമ്പനി നടത്തുകയോ ചെയ്യുന്ന 10% ആൾക്കാർക്ക് വേണ്ടിയല്ല അദ്ദേഹം സംസാരിക്കുന്നത്. പരാജയപ്പെട്ട സിനിമകളുടെ 90% പ്രൊഡ്യൂസർക്ക് വേണ്ടി അദ്ദേഹം പറയുന്നതിൽ എന്താ തെറ്റ്? ഒന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ സുരേഷ് കുമാർ ഒറ്റയ്ക്കാണ് എന്ന് ആരും ധരിക്കരുത്. അങ്ങനെ ധരിച്ചുകൊണ്ട് ഒരു ആക്രമണത്തിനും മുതിരണ്ട. ഇൻഡസ്ട്രി ഒന്നാകെ അദ്ദേഹത്തിന്റെ പുറകിലുണ്ട്. ഈ ഭിന്നാഭിപ്രായത്തിലുള്ള വ്യക്തികളെല്ലാം 2-3 പേര് മാത്രമാണ്. സംഘടനാ തലത്തില് അദ്ദേഹത്തിനോടൊപ്പം ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും നിൽക്കും. അത് സംഘടന ഇന്ന് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.